ഗണേഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ്, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ്. ഇടത് പ്രതിനിധി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തിയിട്ടില്ല. ആദ്യം അഡ്വക്കേറ്റ് വീണ എസ് നായരിലേക്കാണ്. അഡ്വക്കേറ്റ് വീണ, ഇന്ന് മോഹൻലാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികരിച്ചത്. പക്ഷേ പ്രതികരിച്ചെങ്കിലും പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കരുത്, നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയാണ് വന്നതെന്നറിയാം, പക്ഷേ എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല എന്നാണ്. അങ്ങനെ ഉത്തരങ്ങളില്ലാതെയാണോ മഹാനടൻ പ്രതികരിക്കേണ്ടിയിരുന്നത്? പണ്ടെപ്പോഴോ ഇന്ന് വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സംവിധായകൻ ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ശ്രീ മോഹൻലാലിനെ കുറിച്ച് ഒരു പൊതുപരിപാടിയിൽ വെച്ചോ മറ്റോ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുള്ള കാര്യം ഞാൻ പങ്കുവെച്ച് ആദ്യം തുടങ്ങട്ടെ. അതായത് 3ഉം 2ഉം 6 അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ മോഹൻലാൽ പറയും അതെ 6 ആണ്. എന്നാൽ ചിലർ പറയും അത് 5 ആണ് എന്നും. കാരണം നമ്മുടെ ലോജിക്കില് 3ഉം 2ഉം 6ഉം 3ഉം 2ഉം 5ഉം ലോജിക്കലി 2 തരത്തിൽ ആലോചിച്ചാൽ കറക്റ്റ് ആണല്ലോ. ശ്രീ മോഹൻലാല് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു നിലപാടില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുപോലെ തന്നെ ഒരു ഉത്തരങ്ങളില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ ഉത്തരം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം സത്യത്തിൽ അഭിനയിച്ചത്. കംപ്ലീറ്റ് ആക്ടർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹം കംപ്ലീറ്റ് ആക്ടറായി. അദ്ദേഹം സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും ഉറച്ച നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം അഭിനയിച്ച് പോവുകയാണെന്ന് ഒരു എളിയ പ്രേക്ഷക എന്നുള്ള നിലയിൽ പറയേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. സത്യത്തിൽ ഇന്ന് നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകര് 100 കണക്കിന് പേര് അവിടെ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ തടിച്ചു കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ പ്രീ സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചതുമായിട്ട് വരുന്നു. അതിലധികം എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു. പരിമിതികൾക്ക് കോടതിയെ ചാരുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ ചാരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ക്ലീൻ ഫേസ് ആയിട്ട് അവിടെ നിന്ന് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, കേരളത്തിലെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ ആരാധകരുണ്ടല്ലോ, ആരാധകരായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള മലയാളികൾ ശ്രീ മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതല്ല, ഉറച്ച ഒരു നിലപാടാണ്. കേരളത്തിലെ നമ്പർ 1 ആക്ടർ, കേരളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ, അമ്മയുടെ ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഒരു വിഷയത്തെക്കുറിച്ച്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ 3ഉം 2ഉം 6 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണെന്ന് പറയാം. അല്ല, വേണമെങ്കിൽ അത് 5 ആണെന്ന് ചിലർ പറയുന്നുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു നയതന്ത്രജ്ഞതയുണ്ടല്ലോ, ഒരു ഡിപ്ലോമസി. ആ ഡിപ്ലോമസിയുടെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ ഇന്ന് ആ വേദിയിൽ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നു ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അന്യനായി പോകുന്നത് നമ്മളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും നോക്കൂ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ചില അപ്രതീക്ഷിത സമയങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മൾ ചിലപ്പോൾ അവർ നമുക്ക് വേണ്ടി മിണ്ടണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അന്യരായി പോവാറുണ്ട്. അതുപോലെ തന്നെയാണ് മലയാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, സിനിമാ മേഖലയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞല്ലാതെ മലയാളികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറില്ല. അങ്ങനെയുള്ള ഒരാൾ ഒന്നും പറയാതെ നിശബ്ദനായിട്ട്, അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ഓഫ് ഡിപ്ലോമസിയിൽ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നു. സർക്കാരിന് തഴുകി തലോടി പോകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത്? അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ മിത്രങ്ങൾ ഉണ്ടായിരിക്കാം, ഉറ്റ മിത്രങ്ങൾ ഉണ്ടായിരിക്കാം ഈ ആരോപണ വിധേയരായിട്ടുള്ളവരിലൊക്കെ. പക്ഷേ കേരളത്തിലെ സ്ത്രീ സമൂഹം, അദ്ദേഹത്തിന് ഏറ്റവും അധികം ആരാധകരുള്ളത് സ്ത്രീകളാണ്. സ്ത്രീ സമൂഹം അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ തഴുകി തലോടി പോകുന്ന ഒരു നിശബ്ദതയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ചുരുങ്ങിയ വാക്കുകളോ അല്ലെങ്കിൽ ഒരു അഭിനയമോ അല്ല. ഇവിടെ അദ്ദേഹത്തിന് സത്യസന്ധനാകാമായിരുന്നു, നിലപാട് അറിയിക്കാമായിരുന്നു. കാരണം കേരളത്തിൽ ശ്രീ മോഹൻലാലോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ പറയുന്നതിനപ്പുറം ഒരുപക്ഷെ ചിന്തിക്കാത്ത, ചലിക്കാത്ത ഒരുപാട്
ഒരുപാട് പേരുണ്ട് സിനിമാ മേഖലയിൽ. ഒരു അനീതി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് ശ്രീ മോഹൻലാലോ ശ്രീ മമ്മൂട്ടിയോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേണ്ട ഗൗരവത്തിൽ എടുക്കുന്ന ഒരു സിസ്റ്റം മലയാള സിനിമയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അടങ്ങുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ പ്രതികരിക്കണമെന്ന ആവശ്യം മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മാത്രമല്ല, സിനിമാ മേഖലയിലെ സ്ത്രീകൾ തന്നെ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, രാജ്യത്താകമാനം. ഇന്നിപ്പോൾ മോഹൻലാൽ പറഞ്ഞത് രാജ്യത്താകെ മലയാള സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണ്. അതായത് സിനിമയുടെ നേട്ടത്തെക്കുറിച്ച്, മലയാള സിനിമയുടെ നേട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. ഈ കാലത്ത് ഇങ്ങനെയൊരു വിവാദമുണ്ടായി മലയാള ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. ഇൻഡസ്ട്രിയെ നശിപ്പിക്കുകയല്ലല്ലോ, ഇൻഡസ്ട്രിക്കെതിരെ വിവാദമുണ്ടാകുമ്പോൾ അതിൽ കൃത്യമായ മറുപടിയാണല്ലോ വേണ്ടത്. Debate with Smriti Parthikad.